സഭ അതിൻ്റെ 34 ജന്മദിന വാർഷികം നടക്കുന്ന ഈ 3-ാമത്തെ ദിവസത്തിൻ്റെ രാവിലെയുള്ള ആരാധനയോടൊപ്പം നിങ്ങളോടൊപ്പം ഞങ്ങൾക്ക് കുടുംബമായി വരുവാൻ ഞങ്ങളെ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ സഭ ഇവിടെ ഈ മഞ്ചകളാം പ്രദേശത്ത് തുടങ്ങുന്നതിനും തൻ്റെ ആയുഷ്കാലം മുഴുവനും സഭയോടും മിഷനോടും ചേർന്ന് നിന്നുകൊണ്ട് പ്രത്യേകിച്ചും എനിക്ക് ഒരു വലിയ വലക്കൈയായി പ്രവർത്തിപ്പാനും ദൈവം ഇടം നൽകി. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള പരിജ്ഞാനം നേടി ഈ ഭൂമിയിൽ ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന എല്ലാവർക്കും അതുണ്ട് എന്ന വിശ്വാസത്തിൽ ജീവിച്ചു. സമയമായപ്പോൾ ദൈവം മുടക്കിയെടുത്തു. നമ്മളിൽ നിന്നും വേർപെട്ട രാജേഷ് ഞാനും എൻ്റെ കുടുംബവും മിഷനും ഈ അവസരം അദ്ദേഹത്തിൻ്റെ നല്ല പ്രവൃത്തികളെ ഓർക്കുന്നു, ആദരിക്കുന്നു. ദൈവം ആ കുടുംബത്തെ തുടർന്നും അനുഗ്രഹിച്ച് നടത്തുമാറാകട്ടെ. മിഷൻ ഇന്ന് കടന്നു പോകുന്ന ഒരുപാട് പ്രതിസന്ധികളെ നിങ്ങൾക്കറിയാം. അതിനോട് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും നമ്മുടെ സഭയെ ആരും എളുപ്പത്തിൽ തട്ടിത്തകർത്ത് ഇത് ആരുടെയും ഒരു സൗകര്യപ്രദമായ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഇടയിൽ നടക്കുന്നുണ്ട്. അത് ബൈബിൾ വിത്ത് മിഷന്റെ വിശ്വാസ സമൂഹം എല്ലാം ഒരുമയോടെ പ്രാർത്ഥനയോടെ നന്നാവും. അവയുടെ ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്നും വാങ്ങി നാം ദൈവത്തെ ആരാധിച്ച് മുഹത്വപ്പെടുത്തുന്നതിന് ഈ ആലയവും ഒരു വലിയ പങ്ക് നൽകുന്നുണ്ട്. അതിന് നന്ദി അറിയിക്കുന്നു. ഇവിടുത്തെ സഭാ കമ്മിറ്റി സെക്രട്ടറി, കമ്മിറ്റി ട്രഷറർ, കമ്മിറ്റി മറ്റ് ഭാരവാഹികൾ എല്ലാവർക്കും ഞാൻ മിഷന്റെ പേരിലുള്ള നന്ദി ഈ അവസരം അറിയിക്കുന്നു. ഇന്ന് നമുക്ക് വലിയ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഈ എൻ്റെ തിരുവചന സന്ദേശത്തിന് ശേഷം തിരുവത്താഴമുണ്ട്, പിന്നെ സ്നേഹവിരുന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നാം ഒന്നിച്ച് കോർത്തിണക്കി ഇന്നത്തെ ആരാധനയെ ദൈവനാമ മഹത്വത്തിനാക്കി തീർത്തിരിക്കുന്നു. അതിന് തുടർന്നും ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഭ അതിൻ്റെ മുമ്പിലേക്കുള്ള പ്രയാണത്തിൽ ഒരു പരിധിവരെ നമുക്ക് നേതൃത്വം നൽകിയിരുന്ന ആളുകൾ നമ്മെ വിട്ട് മാറ്റപ്പെട്ടുവെങ്കിലും സഭ നഷ്ടപ്പെട്ടു പോകാതെ അതിന് ഇന്ന് ഇത്രത്തോളം 34-ാമത്തെ സുദിനം വരെയും അതിന് ദൈവത്തിന് നന്ദി കരയേറ്റി ആരാധിച്ച് ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗത്തിൽ നിന്നും എളുപ്പം ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നാം തിരുവത്താഴത്തിലേക്ക് പോവും. സഭയുടെ തിരുവത്താഴങ്ങളായിട്ടുള്ള ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം പുലർത്തിക്കൊണ്ട് ആയിരിക്കും. കാരണം തിരുവത്താഴം എന്ന് പറയുന്നത്
നമ്മുടെ കർത്താവ് തന്നെ സഭയ്ക്ക് ഏർപ്പെടുത്തിയ ഒരു സഭയുടെ 3 വലിയ കൂദാശകളിൽ ഏറ്റവും പ്രാധാന്യത അറിയിക്കുന്നതാണ് ഈ തിരുവത്താഴം എന്ന് പറയുന്നത്. അതിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പായി തന്നെ എപ്രകാരം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും പുതുക്കം പ്രാപിപ്പിച്ച ശേഷമേ അതിൽ പങ്കെടുക്കാവൂ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അത് നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ അത് നടന്നുകൊണ്ടിരിക്കട്ടെ. ഈ ധ്യാനം തരുന്ന ഉടനെ തന്നെ നമ്മൾ മറ്റേ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ദൈവം അതിന് സഹായിക്കട്ടെ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ദൈവവചനം. ചിലപ്പോൾ പലരും പല അവസരങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇന്ന് അതിനെ വേറെ ഒരു ആംഗിളിൽ, നിങ്ങൾ കേട്ടിട്ടില്ലാത്തതിന് വേറെ തരത്തിൽ അതിനെ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്നും അറിയിക്കുന്നു. ദൈവം, നാം വേദപുസ്തകം പഠിക്കുമ്പോൾ ഈ ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും, ഭൂമിക്കും ഭൂമണ്ഡലങ്ങൾക്കും നിലനിൽക്കുവാൻ ആകാശത്തെയും ആകാശവിധാനത്തെയും കടലിനെയും കരയെയും നിർമ്മിച്ചുണ്ടാക്കി ഇരിക്കുന്നത് അത് ദൈവത്തിൻ്റെ സഭ. യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശിൽ ചൊരിഞ്ഞ രക്തം ആദാമായിരിക്കുന്ന എൻ്റെ ആദ്യ പിതാവിൽ കൂടെ ലോകത്തിന് സംഭവിച്ച പാപം, ആ പാപത്തോടുകൂടെ ഉണ്ടായ മനുഷ്യനിൽ വന്നുപോയ ദൈവിക ഉദ്ദേശത്തിന്റെ തകർച്ച, അതിൽ നിന്ന് അവനെ തിരികെ മടക്കിയെടുക്കുവാൻ പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ മറ്റു ഒന്നുകൊണ്ടും സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം താൻ തന്നെ മനുഷ്യ ജന്മമെടുത്ത ഭൂമിയിലേക്ക് വന്ന് മനുഷ്യന്റെ പാപം രക്തം മൂലം അത്ര വന്നിരിക്കുന്നത് കൊണ്ട് അതേ പാപമില്ലാത്ത ദൈവപുത്രന്റെ രക്തം ചിന്തി നമ്മെ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്ത് പ്രായശ്ചിത്ത വില നൽകി ഇന്ന് ദൈവം യേശുവിനോട്, എനിക്കോ നിങ്ങൾക്കോ ആരാണോ യേശുവിനെ ഹൃദയം കൊണ്ട് ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചിട്ട് അവൻ ദൈവപുത്രനായി ഭൂമിയിൽ 3.5 വർഷക്കാലം ജീവിച്ചു എന്നും അവൻ ഇനിയും വന്ന് തന്നിൽ വിശ്വസിക്കുന്ന വിശുദ്ധ മണവാട്ടികളായി രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശത്തിലെ വരവിനെ പ്രതീക്ഷയോടും ആഗ്രഹത്തോടും ലക്ഷ്യബോധത്തോടും കാത്തിരിക്കുന്നവരെ ചേർത്തുകൊള്ളാനായിട്ട് യേശു വരും. ആ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറഞ്ഞാൽ പറയട്ടെ, സഭയുടെ വിശ്വാസികൾ ഏറ്റുപറയുന്നവർ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തു ദൈവമായി തലയായ യേശുവിനെ ദൈവം ഉണ്ടാക്കിയ ആഴ്ച ക്രമത്തിലുള്ള 7-ാം ദിവസം പൂർത്തീകരിച്ച് അടുത്ത 7 ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവം എല്ലാ സൃഷ്ടിയെയും പൂർത്തീകരിച്ച ശേഷം താന് റെസ്റ്റ് എടുത്തു എന്ന് വേദപുസ്തകം പറയും. ആ റെസ്റ്റ് എടുത്ത ദിവസമാണ് നമ്മൾ ശബലായി നമ്മുടെ ജീവിതത്തിന്റെ മറ്റ് മേഖലകളുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ ഒന്ന് മാറ്റി അന്നേ ദിവസം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ശബത്ത് നാളിൽ മറ്റൊന്നും ചെയ്യാൻ പാടില്ല. അത്രത്തോളം ശബത്ത് എന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ രക്തത്തിന്റെ മരണം കൊണ്ട് ദൈവത്തിന് ലോകത്തിൽ ചിലത് ചെയ്യുവാനുണ്ടായിരുന്നു. അതിൽ പ്രാധാന്യതയുള്ളതാണ് പ്രിയമുള്ളവരെ. ഞാനും നിങ്ങളും ആദാമ്യ പാപത്തിന് അടിമപ്പെട്ടിട്ട്
നിത്യ നരകത്തിൽ പോയി അവിടെ നശിച്ചു പോകാതെ ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചുകൊണ്ട് നമ്മളിൽ ദൈവം തന്റെ സൃഷ്ടിയിൽ ആക്കി വച്ചിരിക്കുന്ന ഈ ആത്മാവിനെ പുതുക്കം പ്രാപിപ്പിച്ച് ആ യേശുവിന്റെ നാമത്തിൽ പിതാവിന് നാം മാന്യത കൊടുക്കുന്ന ആരാധനയാണല്ലോ ഞായറാഴ്ചകളിൽ പള്ളികളിൽ നാം ഇവിടെ എന്നല്ല എവിടെയായാലും ദൈവനാമത്തിനായി നാം അർപ്പിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു സുദിനത്തിലാണ് ഇന്ന് നാം കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ആരാധനയുടെ എല്ലാ ഭാഗങ്ങളിലും എവിടെയാണോ ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങളാകുന്ന ഹൃദയത്തെ, ഞാനാകുന്ന ഹൃദയത്തെ എവിടെ തൊട്ടാൽ എന്റെ ആദാമ്യ പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് ഒരു മാറ്റം വരുവാൻ സാധിക്കും എന്ന് കരുതി പ്രത്യാശയോടെയാണ് നാം ആലയത്തിലെ ആരാധനകളിൽ ഞായറാഴ്ചകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നത്. കഴിഞ്ഞ 34 വർഷവും നിങ്ങൾ അങ്ങനെ ദൈവത്തെ ആരാധിച്ചും പാടിയും സ്തുതിച്ചും സ്തോത്രം ചെയ്തും ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സഭയായ മണവാട്ടിയോട് നിങ്ങൾ പക്ഷം ചേർന്ന ഇവിടം വരെയും ദൈവം നിങ്ങളെ ആക്കി. ദൈവത്തിന് സ്തോത്രം. തുടർന്നുള്ള വർഷങ്ങളിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആകാശ മേഘങ്ങളിലെ വരവ് വരേക്കും സഭ ഈ ഭൂമിയിൽ ഉണ്ടാകും. ആ സഭയെ നിങ്ങൾ സ്നേഹിക്കണം. അത് യേശുവിന്റെ രക്തം ചിന്തി വീണ്ടെടുക്കപ്പെട്ടതാണ്. അങ്ങനെ ആരാധിക്കുന്ന ഈ മഞ്ചവിളാം സഭയിലെ എല്ലാ വിശ്വാസികൾക്കും സൺഡേ സ്കൂളിനും യുവജനത്തിനും സ്ത്രീജനത്തിനും ഒക്കെ ഞാൻ നമ്മുടെ മിഷന്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലുള്ള എല്ലാ ഭാവുകങ്ങളും വളർച്ചയും നല്ലതും നന്മയും തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിങ്ങൾ ആയിത്തീർന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ മുൻ സെക്രട്ടറി മരിച്ചു പോയതുപോലെ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ നൽകപ്പെട്ട നാളുകളുടെ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മെ എല്ലാവരെയും ദൈവം ഇതുപോലെ വിളിച്ച് ഈ ഭൂമിയിൽ നിന്നും വിടപറഞ്ഞ് മാറ്റപ്പെടും. ആ മാറ്റപ്പെടുന്നതാണ് മധ്യാകാശത്തിൽ യേശു ക്രിസ്തു പ്രധാന ദൂതന്റെ ശബ്ദത്തോടും എക്കാളനാദത്തോടും കൂടെ വരുമ്പോൾ നമ്മിൽ നിന്നും മരിച്ച് മണ്ണിൽ അടക്കപ്പെട്ട് കിടക്കുന്ന ദാനിയേൽ പറയുന്നത് പോലെ നിങ്ങൾ മണ്ണിൽ വിശ്രമിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തന്നോടൊപ്പം ക്രൂശിൽ കിടന്ന് മരിച്ചവനായ ഒരു കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ മരണം പ്രാപിച്ച് യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ എനിക്കുള്ള പാപത്തിന് പരിഹാരിയായി ദൈവം തന്നു. ആ യേശുവിനെ ഞാൻ എന്റെ ഹൃദയത്തിൽ വിശ്വസിച്ച് വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞ് ഞാനൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ തയ്യാറായി. എന്റെ മരണം വരെയും അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ എനിക്ക് ഒരു ജോലിയുടെ കൂലിയുണ്ട് സഹോദരങ്ങളെ. ആ കൂലിയുടെ അവസരത്തിനാണ് നാം ഈ ഭൂമിയിൽ സഭയോട് ചേർന്ന് പ്രവർത്തിച്ചിട്ട് സഭയുടെ ചട്ടവട്ടങ്ങൾക്ക് കീഴ്പ്പെട്ട് കർത്താവിന്റെ വരവിനായി പ്രത്യാശയോട് കാത്തുകൊണ്ട് ആയിരിക്കുന്നത്. അത്തരത്തിലുള്ള നല്ല ഉപദേശങ്ങൾ തരുന്ന പുസ്തകമാണല്ലോ ദൈവ വചനമായ വിശുദ്ധ വേദപുസ്തകം. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നമ്മൾക്ക് ഈ ഭൂമിയാകുന്ന ജീവിതയാത്രയിൽ ദൈവത്തിന്റെ ഏദെൻ തോട്ടത്തിൽ ചെന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങളെ ചെയ്യാതിരിക്കുവാൻ അവരുടെ മനസ്സിനെ തന്ത്രപ്പെടുത്തി അവരുടെ മനസ്സിനെ വേറൊരു വഴിക്കായി തിരിച്ചുവിട്ടിട്ട് അവന്റെ രാജ്യം സ്ഥാപിക്കുവാൻ, ആരുടെ? പൈശാചികന്റെ രാജ്യം സ്ഥാപിക്കുവാൻ. ഇന്നും ഈ ഭൂമിയിൽ ദൈവവുമായിട്ടുള്ളൊരു മഹാ
യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ പൈശാചികനെ പ്രാർത്ഥന കൊണ്ടും ആരാധന കൊണ്ടും കൂട്ടായ്മ കൊണ്ടും തോൽപ്പിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് താൻ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ താനും നിർബന്ധമായിട്ടും ഈ ഭൂമിയോട് മരണമെന്ന വേർപാടിൽ മാറ്റപ്പെടുന്നു. അങ്ങനെ ഞാൻ മാറ്റപ്പെടുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് മനസ്സിലായി, ഞാൻ എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷയുടെ ചൂടടയാളം ഏറ്റവനായതുകൊണ്ട് എന്റെ മരണത്തിങ്കൽ സ്തേഫാനോസിനെ യഹൂദന്മാർ ആദ്യത്തെ വിശ്വാസിയായി പോയതുകൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലുവാനായി യഹൂദന്മാർ വാസ്തവമായിട്ടും കല്ലെറിഞ്ഞു കൊന്നു. അങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടവനായ സ്തേഫാനോസ് എന്ന ആദ്യത്തെ രക്തസാക്ഷി സ്വർഗത്തിൽ എടുക്കപ്പെട്ടപ്പോൾ അവിടെ പിതാവിന്റെ സന്നിധിയിലായിരുന്ന നിങ്ങളുടെയും എന്റെയും സർവ്വലോകത്തിന്റെയും രക്ഷകനായ യേശു ക്രിസ്തു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ സ്തേഫാനോസിനെ സ്വീകരിച്ച് അവനെ ഒരുക്കിയിരുന്ന സീറ്റിൽ ഇരുത്തി. ഒരു നിസ്സാരം രക്തസാക്ഷിയായി മരിച്ച ഈ മണ്ണിനോട് വിട പറഞ്ഞ ആ സ്തേഫാനോസിനെ വരുന്ന കാഴ്ച കണ്ടപ്പോൾ തന്നെ അവന് കൈ കൊടുത്തു. അവന് വേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലത്ത് ദൈവത്തിന്റെ പുത്രനായ യേശു ആക്കി തീർത്ത് ഇന്നും സ്തേഫാനോസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലതുഭാഗം തിരിഞ്ഞുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന വാഗൊണ്ടും കൈകൊണ്ടും പ്രവൃത്തി കൊണ്ടും തല കൊണ്ടും ഒക്കെ ചെയ്തു പോകുന്ന പാപത്തിന്റെ പ്രായശ്ചിത്തം വരുത്തുവാനായിട്ട് ദൈവം യേശു ക്രിസ്തുവിലൂടെ തന്റെ രക്തം ചിന്തി നിങ്ങളെയും എന്നെയും വീണ്ടെടുത്തിട്ട് നാം എപ്പോൾ നമ്മുടെ ഈ ലോകമാകുന്ന ആത്മീയ ജീവിത യാത്ര പൂർത്തീകരിച്ചുകൊണ്ട് അവന്റെ അടുക്കൽ ചെല്ലും എന്ന അവൻ പ്രത്യാശയോട് കാത്തുകൊണ്ടിരിക്കുന്നത് പോലെ ആ പ്രത്യാശയിൽ ജീവിച്ചിട്ട് നാം അവൻ വിളിക്കുമ്പോൾ അവനോടുകൂടി നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ദൈവം ഒരുക്കുന്ന നിത്യഭവനത്തിൽ ഹല്ലേലൂയ അവിടെ ചെന്നെത്തും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ മഞ്ചവിളാകും സഭ നഷ്ടപ്പെട്ടു പോകാതെ, തകർന്ന് നശിച്ചു പോകാതെ കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയെ ലക്ഷ്യമാക്കി നിലനിന്നു പോകുന്ന നിങ്ങൾക്ക് ഞാൻ ഒരിക്കൽ കൂടെ എന്റെ നന്ദി അറിയിക്കട്ടെ. ഇന്ന് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മൾ വളരെ ശ്രദ്ധയോടെ വായിച്ചത്. അത് ഇനിയും നിങ്ങൾക്ക് വളരെ ശ്രദ്ധയോടെ തന്നെ കേൾക്കണം. കാരണം ഈ യോഹന്നാൻ സുവിശേഷത്തിന്റെ 4-ാം അധ്യായം വേദപുസ്തകം മുഴുവനും നമ്മളോട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സ്ഥാനത്തിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് പ്രിയമുള്ളവരെ, ഒരു പാപി പോലും നഷ്ടപ്പെട്ടിട്ട് നരകാഗ്നിക്ക് യോഗ്യനായി തന്റെ പുത്രനായ യേശുവിന്റെ രക്തം അതിന്റെ വീണ്ടെടുപ്പിന്റെ ശക്തി നഷ്ടപ്പെട്ടവരായിട്ട് യേശുവിന് വേണ്ടി അവന്റെ നിസ്തുല്യമായ നിണം ചിന്തി വീണ്ടെടുക്കപ്പെട്ട സഭയായ ഈ മഞ്ചവിളാകത്തിന് ദൈവം ഒരുക്കുന്ന നിത്യഭവനത്തിൽ ചെല്ലുവാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ദൈവം സീറ്റ് ഒരുക്കി വെച്ചിട്ട് കാത്തിരിക്കുക. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു പറഞ്ഞുവല്ലോ, ഞാൻ ഇവിടെ വിട്ടു പോകാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ കൂടെ നടന്ന ഫിലിപ്പോസ് ഒരു ചോദ്യം ചോദിച്ചു, കർത്താവേ, നീ എവിടെ പോകുന്നെന്ന് പോലും ഞങ്ങൾക്കറിയില്ല, പിന്നെ നീ പോകുന്ന വഴി ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു കർത്താവിനോട്. അപ്പോൾ കർത്താവ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഫിലിപ്പോസേ, 3.5 വർഷക്കാലം ഞാൻ നിന്നോട് നടന്നിട്ടും നിനക്ക് എന്നെയോ എന്റെ വഴിയെയോ അറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ നീ എന്നെ ശരിക്കും ഇതുവരെയ്ക്കും മനസ്സിലാക്കിയിട്ടില്ല.
എന്നിട്ട് അവരോടായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൊടുക്കുന്ന ഒരു വലിയ ഉത്തരം ഞാനും നിങ്ങളും എപ്പോഴും ഹൃദയത്തിൽ കരുതിക്കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവരായി നമ്മുടെ ആത്മീയ ജീവിത യാത്രയിൽ മുമ്പിലേക്ക് തന്നെ ഈ ലോകമാകുന്ന പാപത്തിന്റെ ചട്ടകളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് യേശുവിനോട് കൂടെ നടക്കണം. അതിനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ വായിച്ച ഈ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ അവിടെ ശമരിക്കാരത്തെ സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് കർത്താവായ യേശു ക്രിസ്തു അവതരിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവും തന്റെ ശിഷ്യന്മാരുമായി ഒരു യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം ഈ ശമരിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ യേശു ശിഷ്യന്മാരോടായി പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ചെന്ന് പട്ടണത്തിൽ നിന്ന് ആഹാരം വാങ്ങിക്കൊണ്ട് വരുവീൻ എന്ന് പറഞ്ഞിട്ട് തന്റെ കൂടെ വന്ന ശിഷ്യന്മാരെ യേശു പട്ടണത്തിലേക്ക് ആഹാരത്തിനായി വിട്ടയച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഒരു കിണർ കിടപ്പുണ്ട്. ആ കിണറിന്റെ കരയിൽ ചെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇരുന്ന് അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഉച്ച നേരത്ത് വെള്ളം കോരുവാനുള്ള പാത്രങ്ങളുമായി ആ കിണറ്റിന്റെ കരയിൽ വന്നു. അന്ന് യഹൂദന്മാരുടെ ക്രമപ്രകാരം ഉച്ച സമയത്തൊന്നും സ്ത്രീകൾക്ക് കിണറ്റിന്റെ അവിടെ വെള്ളം കോരാൻ പോകാൻ പാടില്ല. അത് അവരുടെ സാമൂഹ്യ വ്യവസ്ഥയാണ്. പക്ഷെ ഇവിടെ ഇതാ യേശു മാത്രം ആ കിണറ്റിന്റെ കരയിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ മാത്രം വന്ന് ഒറ്റയ്ക്ക് വെള്ളം കോരാൻ വരികയാണ്. അവൾ കോരിയ വെള്ളം ഏകദേശം കൈകൊണ്ട് എടുത്ത് താൻ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പാത്രത്തിനകത്ത് ഒഴിക്കാൻ സമയമായപ്പോൾ യേശു അവളോട് ഒരു ചോദ്യം. ആ ചോദ്യം ഇന്ന് ഈ ആരാധനയിൽ 34-ാമത്തെ സമാധിനം ആഘോഷിക്കുന്ന നിങ്ങളോടും എന്നോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ഒരു ചോദ്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൾ വെള്ളമെടുത്ത് വെള്ളം മേലോട്ട് വന്നപ്പോൾ ഈ അല്പം അകലെ മാറിയിരുന്ന യേശു അടുത്ത് ചെന്നിട്ട്, നിങ്ങൾക്ക് കഥ അറിയാമല്ലോ, അതുകൊണ്ട് അതിന്റെ ഓരോ ഭാഗവും ഞാൻ പറയുന്നില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എനിക്ക് ദാഹിക്കുന്നു, കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവൾ നേരെ തിരിഞ്ഞ്, ഇതാരാ എന്നോട് ചോദിക്കുന്ന ഒരു പുരുഷൻ, ഈ പുരുഷന്റെ വേഷം കണ്ടിട്ട് അവൻ യഹൂദനെ പോലെ തോന്നുന്നു. അന്ന് അവിടെ യഹൂദന്മാരുടെ നാട്ടിൽ ഓരോ ജാതികൾക്കും തിരിച്ചറിയുന്നതിന് പ്രത്യേകമായിട്ടുള്ള ഷർട്ട് വസ്ത്രത്തിന്റെ കോഡുണ്ട്. ശമരിയക്കാർക്ക് അവരുടേത്, യഹൂദന്മാർക്ക് അവരുടേത്, ഭിക്ഷക്കാർക്ക് അവരുടേത്, കണ്ണില്ലാതെ തപ്പി നടക്കുന്ന ആളുകൾക്ക് അവരുടേത്. കാരണം അവരെ കണ്ടാൽ ഈ റോഡേ പോകുന്ന ആളുകൾക്ക് തിരിച്ചറിയണം, ഈ വരുന്നത് ചെകിടനാണോ പൊട്ടനാണോ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി. നമുക്കറിയാമല്ലോ, ഇതേ യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ 2 കണ്ണും വെളിച്ചമില്ലാതെ അമ്മയുടെ ഉദരത്തിൽ തന്നെ കുരുടനായി പിറന്ന ബർത്തിമായി എന്ന ഒരുവനുണ്ടായിരുന്നു. അവൻ യേശു ആളുകൾക്ക് സൗഖ്യം കൊടുക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ്, അവൻ അത്ഭുതം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഈ യേശു പോകുന്ന വഴിയുടെ അവിടെ ചെന്ന് ഒരു നാളിൽ കാത്തിരുന്ന് ഞാൻ നിലവിളിക്കും, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ ദൈവത്തിന്റെ പുത്രനായ യേശു നിങ്ങൾ എവിടെയായിരിക്കുന്നോ, നിങ്ങൾ എങ്ങനെ നിലവിളിക്കുന്നോ, നിങ്ങൾ എന്ത് ആവശ്യത്തിന് വേണ്ടി നിലവിളിക്കുന്നോ, അത് കേട്ട് നിങ്ങൾക്ക് ഉത്തരം നൽകുന്ന സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണ്. ഈ ശമരിക്കാരത്തെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു യഹൂദൻ വേഷവിധാനം കണ്ടവൾ മനസ്സിലാക്കി.
മനസ്സിലാക്കിയപ്പോൾ തന്നെ ആ പുരുഷൻ യേശുവിനോട് ചോദിക്കുന്നു, സ്ത്രീയെ, എനിക്ക് ദാഹിക്കുന്നു, കുടിപ്പാൻ വെള്ളം തരുമോ എന്ന് ചോദിച്ചു. അവൾ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി, ഞാനൊരു ശമരിക്കാരത്തിയാണ്, എന്നോട് ചോദിക്കുന്നവൻ ഒരു യഹൂദനുമാണ്. നിങ്ങൾ ഈ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായിരിക്കും അല്ലേ? ആ കാലത്ത് യഹൂദന്മാർക്കും ശമരികർക്കും തമ്മിൽ എന്തില്ല? ബന്ധമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ല. ഒരു പക്ഷേ ഒരു 10-70 വർഷത്തിന് മുമ്പ് നമ്മുടെ ആളുകൾക്കൊക്കെ അങ്ങനെ തന്നെ. റോഡിൽ പോകാനും ബസ്സിൽ കയറുവാനും നമ്മുടെ സൗകര്യം പോലെ നടന്ന് നമ്മുടെ പൈസ കൊടുത്ത് തിരുവനന്തപുരത്ത് ചെന്ന് ഒരു നല്ല സാധനം വാങ്ങാൻ കയ്യിൽ പൈസയുണ്ട്, പോകാൻ ആരോഗ്യമുണ്ട്. പക്ഷെ അവിടെ ചെന്നാൽ നിങ്ങളുടെ മുഖം നോക്കിയാൽ ഉടനെ തിരിച്ചറിയും. അന്നത്തെ സാഹചര്യത്തിൽ ഇന്നും അങ്ങനെ തന്നെ. അവർ പറയും, നിന്റെ പൈസയ്ക്ക് ഇവിടെ സാധനം വിൽക്കുവാൻ വെച്ചിട്ടില്ല, കാരണം നീ തൊടാൻ പാടില്ലാത്തവൻ, അൺടച്ചബിൾ. ഈ സ്ത്രീയും തിരിഞ്ഞ് യേശുവിനെ നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി, എന്നോട് ചോദിക്കുന്നവൻ ഒരു യഹൂദനാണ്. അതുകൊണ്ട് അവൾ തിരിഞ്ഞു നിന്ന് തന്നെ പറഞ്ഞു, അയ്യോ, നീ ഒരു യഹൂദനായിരിക്കുമ്പോൾ ഞാന് ഒരു ശമരിക്കാരത്തി ആയിരിക്കുമ്പോൾ എനിക്കും നിനക്കും തമ്മിൽ ബന്ധമില്ലാതിരിക്കുമ്പോൾ നീ എങ്ങനെ എന്നോട് കുടിപ്പാൻ ചോദിക്കുകയും ഞാൻ ആ കേൾവിക്ക് ഉത്തരമായി നിനക്ക് വെള്ളം തരികയും ചെയ്യും? രണ്ട് ചോദ്യം കണ്ടോ? എങ്ങനെ കുടിപ്പാൻ തരും? എങ്ങനെ നീ എന്നോട് ചോദിക്കും? യേശുവും അല്പം കുഴങ്ങി, അവളും അല്പം കുഴങ്ങി. എന്നിട്ട് യേശുവും അവളുമായിട്ടുള്ള സമ്പർക്കത്തിൽ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ യേശു ചോദിക്കുന്ന പല ചോദ്യങ്ങളും നമുക്ക് നീട്ടി പറയാൻ പറ്റില്ല. അപ്പോൾ അവസാനം യേശു ശമരിക്കാരത്തി പറയുന്നു, നീ ഒരു യഹൂദനും ഞാനൊരു ശമരിക്കാരത്തിയും ആയിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ നീ ചോദിച്ച വെള്ളം തരാൻ കഴിയില്ല. തീണ്ട് മാറിപ്പോവും. ഞാൻ അൺടച്ചബിൾ എന്നുള്ള ഇത് അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു, സ്ത്രീയെ, നീ ആരാണെന്നും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരാണെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ എന്നോട് വെള്ളം, ജീവനുള്ള വെള്ളം ചോദിക്കുമായിരുന്നു. നീ തരുന്ന വെള്ളമോ കുടിച്ചാൽ വീണ്ടും ദാഹിക്കുന്ന വെള്ളം, ഞാൻ തരാൻ പോകുന്ന വെള്ളമോ അത് ഒരിക്കലും കുടിച്ചാൽ നിനക്ക് ദാഹിക്കയില്ല. അപ്പോൾ അവള് ചാടി ചോദിക്കുകയാണ്, എടാ, എല്ലാ ദിവസവും ഞാൻ ഇവിടെ വന്ന് ഗോരി എന്റെ വീട്ടിൽ കൊണ്ടുവച്ച് ആവശ്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വെള്ളം ആ പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ അത് കുറഞ്ഞ് വീണ്ടും ആ കിണറ്റിന്റെ അവിടെ പോയി കോരണം. ഇവിടെ ഇതാ ഒരു യഹൂദനായവൻ വന്ന് നിന്നുകൊണ്ട് എന്നോട് ചോദിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു, കുടിപ്പാൻ വെള്ളം തരുമോ? അവൾ പറയുന്നു, പറ്റില്ല. റീസൺ, നീ യഹൂദനും ഞാൻ ശമരിക്കാരനും, എങ്ങനെ തരാൻ പറ്റും? എന്നാൽ യേശു തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നു, സ്ത്രീയെ, ഞാൻ തരുന്ന വെള്ളം നീ കുടിച്ചാൽ നിനക്ക് ഒരു നാളും ദാഹിക്കില്ല. ഹല്ലേലൂയ. അപ്പോൾ അവൾ അല്ല ആർത്തി കൊണ്ടിട്ട് ചോദിക്കുന്നു, എന്നാൽ ആ വെള്ളം എനിക്കും തരണമേ. അതിനെ വ്യാഖ്യാനിക്കാനുണ്ട് നമ്മുടെ നാട്ടിൽ, ഇരിക്കട്ടെ. അപ്പോൾ യേശു വീണ്ടും പറയുന്നു, അതെ, ഞാൻ തരുന്ന വെള്ളം നീ കുടിക്കുന്നുവെങ്കിൽ നീ മരിച്ചാലും ജീവിക്കും. അതെങ്ങനെയാ ഈ പുതിയ ആശയങ്ങളൊക്കെ ഇയാൾ പറയാൻ വരുന്നു? അങ്ങനെ ശിഷ്യന്മാരെയെല്ലാം വിശക്കുന്നു, അതിനുള്ള ആഹാരവും വാങ്ങിക്കൊണ്ട് വരുവാനായിട്ട് പറഞ്ഞയച്ച യേശു താൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു ശമരിക്കാരത്തെ സ്ത്രീ കുടവുമായി വെള്ളം കോരുവാൻ അടുത്ത് വന്നവളെ കണ്ട് സംസാരിച്ചിട്ട് അപ്പോൾ അവൾ യേശുവിനെ ഒരു യഹൂദനായി കാണുകയാണ്. ഇന്ന് നിങ്ങളോട് ഞാൻ ചുരുക്കമായി പറയുന്ന 4 തരത്തിലുള്ള ഒരു മനുഷ്യന്റെ ആത്മീയ വളർച്ചയെ കുറിച്ചാണ്. ശ്രദ്ധിച്ചു കേൾക്കട്ടെ. 4 തരത്തിലുള്ള ഒരു രക്ഷിക്കപ്പെട്ട ഒരാളുടെ ആത്മീയ വളർച്ചയെ കുറിച്ചാണ്. അവള് യേശുവിനെ 4 നിലകളിൽ കാണാൻ പോവുകയാണ്.
ഒന്ന് ആദ്യമായി ഇവിടെ കണ്ടു, നീ യഹൂദനായിരിക്കുമ്പോൾ ഞാൻ ശമര്യക്കാരത്തിയായിരിക്കുമ്പോൾ നീ ചോദിച്ചാൽ ഞാൻ എങ്ങനെ? നീ യഹൂദൻ. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ നാം അറിയുന്നത് ഇന്ന് പല നിലകളിലും യേശുക്രിസ്തുവിനെ വ്യാഖ്യാനിച്ച് തങ്ങളുടെ പേരിലോ തങ്ങളുടെ ബാങ്കിലോ പണം കിട്ടാനുള്ള വല്ല രോഗശാന്തിയുടെ പരിപാടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുറെ അയക്കുകയും അങ്ങനെ പണത്തിന് വേണ്ടി മാത്രം യേശുവിനെ ഒരു കച്ചവട ചരക്കാക്കി കണ്ട് സുവിശേഷ വേല ഇതാണ് എന്ന് പറയുന്ന ഒരു ലോകത്തിലാണ് നാം വന്നെത്തി നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നല്ലവരുമുണ്ട്, ഇരിക്കട്ടെ. അവൾ യേശുവിനോട് ചോദിക്കുന്നു, യേശു അവൾക്ക് ജീവന്റെ വെള്ളം കൊടുക്കാമെന്ന് പറയുന്ന അവർ തമ്മിലുള്ള ആ സംഭാഷണത്തിൽ ഒന്നാമതായി അവൾ യേശുവിനെ മനസ്സിലാക്കുന്നത്, നീ ഒരു യഹൂദൻ, നീ ഒരു യഹൂദൻ. അതവളുടെ ഒന്നാമത്തെ യേശുവിനെ കുറിച്ചുള്ള അറിവ്. ഇവിടെ എനിക്ക് സമയം വളരെ പരിമിതമായതുകൊണ്ട് ഞാൻ മറ്റ് ചില കാര്യങ്ങൾ വളരെ ചുരുക്കി പറയാൻ പോകുന്നുള്ളൂ. ഇതിന്റെ ഇവിടെ 10-ാമത്തെ വാക്യം, 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം അല്ല, നമുക്ക് 9-ാം വാക്യം മുതൽ വായിക്കാം. നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കം ഇല്ല. അതിന് യേശു, ശ്രദ്ധിക്കണം, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് വെള്ളം തരികയും ആ വെള്ളം നീ കുടിച്ചാൽ അത് നിനക്ക് ഒരിക്കലും ദാഹിക്കാതിരിക്കുകയും ചെയ്യും. ഉടനെ സ്ത്രീ അവനോട്, യജമാനെ, രണ്ട് കാര്യം. ഒന്ന്, ആദ്യം യേശുവിനെ അവിടെ ഒരു യഹൂദനായി കാണുകയാണ്. നമുക്ക് വേണമെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി അതിങ്ങനെ എടുക്കാം. നമ്മളെല്ലാവരും കൊച്ചു പിള്ളേരായിരുന്ന സമയത്ത് നമ്മുടെ പാരന്റ്സ് നമ്മളെ സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ കൊണ്ടുവിട്ട ആണ്ടിൽ തന്നെ 10-ാം ക്ലാസ്സിൽ അഡ്മിഷൻ തന്നോ? ഇല്ല. സ്കൂളിനൊരു ക്രമമുണ്ട്, എഡ്യൂക്കേഷനൊരു ക്രമമുണ്ട്, സൊസൈറ്റിക്കും ഗവൺമെന്റിനും ഒരു ക്രമമുണ്ട്. രക്ഷിക്കപ്പെടുന്ന ദൈവമേ, നീ യേശുവിനെ അറിയുന്നതിനും നിന്റെ ജീവിതയാത്രയിൽ ഒരു ക്രമമുണ്ട്. അവൾക്ക് മനസ്സിലായി, ഞാൻ യേശുവിനെ അറിയണമെങ്കിൽ ഞാൻ ആദ്യമായി അവൻ വന്നിരിക്കുന്ന യഹൂദനെന്ന് ഞാൻ അവനെ അംഗീകരിക്കണം. അവൾ യേശുവിനെ യഹൂദനെന്ന് അംഗീകരിച്ചപ്പോൾ ശ്രദ്ധിക്കണേ, യേശു അതിന്, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. രണ്ടാമതായി അവള് യേശുവിനോടുള്ള ബന്ധത്തിൽ അവൾ യേശുവിനെ മനസ്സിലാക്കുന്നത് ആരായിട്ട്? ചോദിക്കുന്നവൻ ആരെന്ന് നീ യജമാനനെ, യഹൂദൻ എന്ന അവസ്ഥ വിട്ടു മാറി രണ്ടാമത്തെ ക്ലാസ്സിൽ, രണ്ടാമത്തെ ഗ്രേഡിന്റെ ആത്മീയ അറിവിലേക്ക് അവൾ വളരുകയാണ്. യഹൂദൻ, യജമാനൻ. യേശു അവളുമായിട്ട് സമ്പർക്കം തുടർന്നപ്പോൾ യേശുവിനെല്ലാം അറിയാമല്ലോ. നമ്മളെ പോലെ അല്ലല്ലോ. അകത്തൊളിച്ചു വെച്ചതും പുറത്തൊളിച്ചു വെച്ചതും എല്ലാം നമ്മുടെ കർത്താവായ ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ എല്ലാം തുറന്നതും നഗ്നതയും ഉള്ളതായി കാണുന്ന ദൈവം. ഹല്ലേലൂയ. അവന് മനസ്സിലായി, ഇവള് സാധാരണക്കാരിയൊന്നുമല്ല. എന്റെ മുമ്പിൽ നിന്ന് ഈ കുടിവെള്ളം ചോദിക്കുന്ന ഇവൾ വെള്ളം വേണമെന്ന് നിർബന്ധിച്ചപ്പോൾ യേശു പറയുന്നു, നീ ചെന്ന് നിന്റെ ഭർത്താക്കന്മാരെ കൊണ്ടുവരിക. അവൾ ഉടനെ ഒരു സത്യം വിളിച്ചു പറഞ്ഞു, എന്താ? എനിക്ക് ഭർത്താക്കന്മാർ ഇല്ല. അപ്പൊ യേശു പറയുന്നു, സ്ത്രീയെ, നീ പറയുന്നത് ശരി തന്നെ. ഇപ്പോൾ നിനക്ക് ഭർത്താക്കന്മാരില്ല, പക്ഷേ നിനക്ക് 4 പേരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവനോ അവനും നിന്റെ ഭർത്താവല്ല. അപ്പൊ ഈ സ്ത്രീ ആകെ പാടെ അന്തം വിട്ടു.
എടാ, ആദ്യം എന്നെ ഒരു ശബരിക്കാരൻ, ഞാൻ ആരാണെന്ന് പോലും ഇയാൾക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാൻ ആള് വേറെ വഴിയെ കൂടെ യാത്ര ചെയ്ത് പോകുന്ന ആളാണ്. അത് മനസ്സിലാക്കിയിട്ട് യേശു അവളെ യഹൂദനെന്നും ഗുരുവേ എന്നും വിളിച്ചപ്പോൾ, മാത്രമല്ല നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ യേശുവിന് കൊടുത്ത മറുപടി, എനിക്ക് ഭർത്താക്കന്മാരില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരെ കൂട്ടിക്കൊണ്ടുവരും? യേശു പറഞ്ഞു, സ്ത്രീയെ, നിനക്ക് ഭർത്താക്കന്മാരില്ല എന്ന് നീ പറയുന്നത് ശരി തന്നെ, എന്നാൽ ഇപ്പോൾ ഉള്ളവനോ അഞ്ചാമത്തവനും നിന്റെ ആള് അല്ല. അപ്പൊ അവൾ വിറയ്ക്കാൻ തുടങ്ങി. അവളുടെ ആത്മാവ് വിറച്ചിട്ട് അവൾ പറയാൻ തുടങ്ങി, ഗുരുവേ, നീ ഒരു പ്രവാചകനെന്ന് ഞാനിപ്പോൾ ഉണരുന്നു. ഹല്ലേലൂയ. യഹൂദന്റെ അവസ്ഥ വിട്ടുമാറി, യജമാനൻ എന്ന അവസ്ഥ വിട്ടുമാറി, യേശുവിനെ അവളിപ്പോൾ ഒരു പ്രവാചകൻ എന്ന അവസ്ഥ വരെയും മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് 34-ാം സഭാദിനം ആഘോഷിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികളായി പള്ളിയിൽ വരുന്നവരും കാണിക്ക കൊടുക്കുന്നവരും ദശാംശം കൊടുക്കുന്നവരും നന്മ ചെയ്യുന്നവരും ആയിരിക്കുമ്പോൾ തന്നെ യേശു ചോദിക്കുന്നു, മകളെ, നിന്റെ ഭർത്താക്കന്മാർ എവിടെ? ആ ചോദ്യം എന്നോടും നിങ്ങളോടും ശമരിക്കാരത്തെയോട് ചോദിച്ച നിലയിലല്ല, വേറെ രൂപത്തിൽ യേശു ചോദിക്കായിരിക്കാം, സ്വാമിദാസേ, നീ എനിക്ക് വേണ്ടി ചെയ്തതൊക്കെ എവിടെ? മഞ്ചവളാകമേ, 34-ാം വർഷം കഴിയുന്ന നിങ്ങൾ ഈ 34 വർഷം കൊണ്ട് ഇവിടെ നിന്ന് എത്ര ആളുകളെ ബൈബിൾ ഫെയ്ത്ത് മിഷനെ വളർത്തുന്ന സുവിശേഷ വേലയ്ക്കായി നിങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടയച്ചു? അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സുവിശേഷ ഗോളങ്ങളിൽ പഠിക്കുന്ന ആളുകളെ സഹായിപ്പാൻ ഇവിടെ ഇന്ന് ഒരു നമ്മളിൽ നിന്ന് മരിച്ചുപോയ സ്റ്റാൻലി ഇവാഞ്ചലിസ്റ്റിന്റെ ഒരു സഹായത്തിന് വേണ്ടി ഒരു സർക്കുലർ വായിക്കുന്നത് നമ്മൾ കേട്ടതാണല്ലോ. ഇത് CSIയിലും മറ്റു വളർന്ന പള്ളികളിലൊക്കെ അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ലക്ഷക്കണക്കിന് രൂപ വീട്ടിൽ വന്നത്. കാരണം അവർക്ക് വലിയ ബിസിനസ് ഉള്ള ആളുകൾ അവരുടെ പള്ളികളിലുണ്ട്, വലിയ ജോലിയുള്ള ആളുകൾ, മാസം ലക്ഷങ്ങൾ വാങ്ങുന്ന ആളുകൾ അവരുടെ പള്ളികളിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള ധനാഢ്യന്മാരുടെ പള്ളികളിലായിരിക്കുമ്പോൾ അവിടുത്തെ ബിഷപ്പോ പാസ്റ്ററോ ചെറിയൊരു അറിയിപ്പ് കൊടുത്താൽ മതി, അവർ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ സമ്പത്ത് ആ കാണിക്ക പാത്രത്തിൽ വരും. നമുക്കിവിടെ ബിസിനസ്, നമുക്കിവിടെ പേർഷ്യ ഒരു 5 ഏക്കർ എസ്റ്റേറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു ഇല്ല. നമ്മൾ ആ മേഖലകളിലൊക്കെ താണവരാണ്, ഇല്ലാത്തവരാണ്. അതുകൊണ്ട് നമ്മുടെ പള്ളിയുടെ കലാകാലങ്ങളിൽ വരുന്ന ആവശ്യങ്ങൾക്കൊത്തവണ്ണമുള്ള സമ്പത്ത് ശേഖരിച്ച് അത് ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കുവാൻ നമ്മുടെ കരങ്ങളിൽ ഇല്ലാത്തൊരു ജനം. ഇവിടെ യേശു അവളോട് ചോദിക്കുന്നു, നിന്റെ ഭർത്താക്കന്മാരുടെ ജോലിക്കാരും പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ ഉള്ളവരും ശരിയായ ആളല്ല, എന്തായാലും നീ ചെന്ന് കൂട്ടിക്കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു മാറി. അപ്പോൾ അവൾ ഉടനെ പറയുകയാണ്, നീ ഒരു യഹൂദനുമല്ല, നീ ഒരു ഗുരുവുമല്ല, നീ ഇപ്പോൾ യിശയ്യാവിനെ പോലെ, യിരെമ്യാവിനെ പോലെ, ദാനിയേലിനെ പോലെ ഈ ഭൂമിക്ക് നാളെ സംഭവിക്കാൻ പോകുന്ന ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ മുന്നിട്ട് ആത്മീയമായ നിലയിൽ ആരാഞ്ഞ് അറിയുന്ന ആളുകളെ ആണല്ലോ പുരോഹിതൻ നിയോഗിക്കുന്നത്, പ്രവാചകന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ അവൾ യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ ഒരു പ്രവാചകൻ തന്നെ. നോക്കണേ, അവൾ തന്നെ പറയുന്നു, ഇപ്പോഴുള്ളവനോ എന്റെ ഭർത്താവ് അല്ല എന്ന് പറയുന്ന ആ അവസ്ഥ സ്വയമേ അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചിട്ട് പോലും അവൾ യേശുവിനോട് മറ്റൊന്നും തിരിച്ചു പറയാതെ, താഴേക്കുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവൾ യേശുവിനോട് പറയുന്നു, നിങ്ങൾ ജെറുസലേമിലും ആ ഇന്നടുത്തുള്ള മലകളിലൊക്കെയാണല്ലോ നിങ്ങൾ യഹൂദന്മാർ ആരാധിക്കുന്നത്, അതുകൊണ്ട് കൂടെയാണ് നമുക്ക് തമ്മിൽ ബന്ധമില്ലാത്തത്. അപ്പോൾ യേശു കൊടുക്കുന്ന മറുപടി ഇപ്പൊ സമയത്ത് വീട്ടിൽ ചെന്നിരുന്നു വായിച്ചു നോക്കൂ. സ്ത്രീയെ, ദൈവം ആത്മാവാകും, ദൈവത്തെ ആരാധിക്കുന്നവർ ഈ മലയിലുമല്ല ആ മലയിലുമല്ല എന്നുള്ള നാടുകൾ വരാറായി. പ്രിയമുള്ളവരെ, ആ സ്ത്രീ ഇപ്പോൾ
യേശുവിനെ പ്രവാചകൻ എന്ന നാലാമത്തെ അവസ്ഥ അവരുടെ ആത്മീയ അകത്തെ കണ്ണുകൊണ്ട് തുറന്ന് കണ്ടിട്ട്, അയ്യോ, ഇത് ഞാൻ മനസ്സിലാക്കാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ രഹസ്യങ്ങളെ അപ്പാടെ വിളിച്ച് പറഞ്ഞ് എന്റെ അകത്തെ പാപ മനുഷ്യനിൽ കുറ്റബോധം വരുത്തി എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ പുത്രനായിരിക്കുമോ എന്ന് ചോദിച്ചതിന്റെ ആ ഭാഗങ്ങളിൽ 27-ാം വാക്യത്തിൽ വിശദീകരിക്കാൻ ഈ സമയമില്ല. അവിടെ പറയുന്നത് എന്താണ്? മശിക എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിക. ഹല്ലേലൂയ. നിന്നോട് സംസാരിക്കുന്നില്ലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്നില്ലേ, ആ ആള് തന്നെയാണെന്ന് പൂർവിക അബ്രഹാമിന്റെ കാലം മുതലേ ലോകത്തിന്റെ രക്ഷയ്ക്കായി ദാവീദിന്റെ വംശത്തിൽ ഒരുവൻ ഈ ഭൂമിയിൽ വരും എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്മാർ പോയിരിക്കല്ലേ. ആ മശിക എന്നാൽ ഐക്യപ്പെട്ട ക്രിസ്തു ആണ്, ഞാൻ തന്നെയാണ്, നിൽക്കുകയാണ്, കണ്ടോ. അപ്പോൾ അവൾ കൊടുത്ത മറുപടി, യേശുവോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിക എന്ന് പറഞ്ഞു. അവിടെ 2 കാര്യം നാം പഠിക്കേണ്ടതായിരിക്കുന്നു. നമ്മൾ ആത്മീയമായ നിലയിൽ പടിപടിയായിട്ട് മുകളിലോട്ട് വളരുന്ന ഒരു പാഠമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണ്. യേശുക്രിസ്തു ഈ ഭൂതലത്തിൽ ജനിച്ച് ജീവിച്ചിട്ടുള്ള എല്ലാ ദൈവിക അവതാര പുരുഷന്മാരെക്കാളും യേശു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ തന്നെ എന്ന് അവനെ അടക്കം ചെയ്ത ആ കുരിശിനെ നോക്കിക്കൊണ്ട് അവനെ ക്രൂശിച്ച കള്ളന്മാർ പോലും പറഞ്ഞു. എന്താ പറഞ്ഞു? ഇവൻ സാക്ഷാൽ നീതിമാൻ തന്നെ, സാക്ഷാൽ യഹൂദനായി വന്നവൻ, സാക്ഷാൽ ഗുരുവായി വന്നവൻ, സാക്ഷാൽ പ്രവാചകനായി ഈ ശമര്യക്കാരത്തെ സ്ത്രീ മനസ്സിലാക്കിയവൻ. അവൾ ഇപ്പോൾ 4ാമത്തെ ഒരു പടിയിലോട്ട് മുകളിലോട്ട് കയറുന്നു. ഞങ്ങൾ മശികായെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ആ മശിക എവിടെ വരും? മശിക വരുമ്പോൾ നിങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ ഈ ആലയത്തിൽ വന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആ ആരാധന കണ്ടിട്ട് സ്വർഗത്തിലെ മഹാദൈവം നിങ്ങളോടും എന്നോടും എന്റെ ആത്മാവിനോടും നിങ്ങളുടെ ആത്മാവിനോടും പറയാൻ കഴിയുമോ? മകനെ, മകളെ, സ്വാമിദാസേ, നീ ആരാധിക്കുന്ന ഈ ക്രിസ്തു ഉണ്ടല്ലോ, അത് ഞാൻ തന്നെ. ഈ മലയിലും ആ മലയിലും പോണ്ട, നിന്റെ മുമ്പിൽ പ്രത്യക്ഷനായി നിന്നെ നേരിട്ട് മനസ്സിലാക്കി തരുവാൻ ഞാൻ വന്നിരിക്കുന്നു. അതിന് അവിടെ 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവം ആത്മാവാകുന്നുവെന്ന് ഈ പഴയ നിയമത്തിൽ ഒരു സ്ഥലത്തിലും ദൈവം ഒരു മനുഷ്യനും വെളിപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ പുതിയ നിയമം നാം പഠിച്ചാലും ഒരു മനുഷ്യർക്കും യേശു അങ്ങനെ വെളിപ്പെടുത്തിയിട്ടില്ല. യേശു, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, നിങ്ങൾ എന്നെ കണ്ടുവെങ്കിൽ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നൊക്കെ വേറെ ഒരുപാട് പഠനങ്ങൾക്ക് പഠിപ്പിച്ചു. പക്ഷെ യേശു ഒരു സ്ഥലത്തും ഞാൻ ആത്മാവോ അല്ല, ഞാൻ മശിക ആണെന്ന് ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ താഴത്തെ ഒരു വാക്യം വന്നപ്പോൾ ഞാനത് അത്ര സ്ട്രെസ് ചെയ്യാതെ പോയി. അവിടെ യേശു തന്നെ പറയുന്നത് ഇവിടെ നീ അതിന്റെ 10ാമത്തെ വാക്യം, അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനം നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുവിനെ നിങ്ങൾ കണ്ടാൽ, യേശുവിനെ നിങ്ങൾ അറിഞ്ഞാൽ, യേശു ദൈവത്തിന്റെ പുത്രനായി നിങ്ങളുടെ ഉള്ളിൽ ജനിച്ചാൽ, പിന്നെ നിങ്ങൾ അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും.
യേശു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ നിങ്ങൾ അറിഞ്ഞാൽ അവൻ തരുന്ന വെള്ളം നിങ്ങൾ കുടിച്ചാൽ പിന്നെ ദാഹിക്കുകയില്ല. ആ വെള്ളം നിങ്ങളെ നിത്യ നീരുറവയായ നിത്യരാജ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. പ്രിയമുള്ളവർ, 34ാമത്തെ ഈ സഭാദിനം ആഘോഷിക്കുന്ന നിങ്ങളോട് ദൈവം പറയുന്നു, മകളെ മകനെ, നീ ഈ പള്ളിയിൽ വന്ന് നിന്നെ ആരാധിച്ചിട്ട് ഇതാ എത്ര വർഷമായി എന്ന് ചോദിച്ചാൽ നമ്മളും നിങ്ങൾക്ക് അനുഭവമുള്ള വർഷങ്ങളെ പറയും. പക്ഷെ എത്ര വർഷത്തിന്റെ കണക്ക് പറഞ്ഞാലും ഇന്ന് വൽക്കാലം യേശു ചോദിക്കുന്ന ഒരു ചോദ്യം പ്രത്യേകതയുള്ളതാണ്. എന്താണ്? നീ എന്നെ ആത്മാവിലും സത്യത്തിലുമാണോ ആരാധിച്ചത്? ഉത്തരം പറയാമോ? 34 വർഷങ്ങളായില്ലേ? ഈ പള്ളി ഞാൻ കൈവക്കാനൊന്നും പറയുന്നില്ല. ഈ പള്ളിയിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങളോടും എന്നോടും ഈ ശമരിക്കാരത്തി സ്ത്രീയോട് ചോദിച്ചതുപോലെ ഉള്ള ഒരു ചോദ്യവുമായിട്ട് വരികയാണ്. പള്ളിയിലെ സെക്രട്ടറിയെ, പള്ളിയിലെ കമ്മിറ്റികളെ, പള്ളിയിലെ സെക്രട്ടറിയോ മറ്റിതര ബ്രാഞ്ചസിലുള്ള സഹോദരന്മാരെ, ഈ ദേശനിവാസികളെ, 34 വർഷം ഈ പള്ളിയിൽ പ്രസംഗിച്ച പ്രസംഗവും നിങ്ങളുടെ പരിസരത്തിരുന്ന് നിങ്ങളും രക്ഷയുടെ സന്ദേശവും അംഗീകരിച്ചില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം ആ സന്ദേശം നിങ്ങൾക്ക് കേൾപ്പിച്ചില്ലേ? അത് തന്നെ നിങ്ങൾക്ക് ന്യായവിധിയായിട്ട് വരുമെന്ന് വേദപുസ്തകം പറയുന്നു. പ്രിയമുള്ളവരെ, ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ, യേശുവിനോട് ചേരുവാൻ, യേശുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സത്യ നമസ്കാരികളുടെ കൂട്ടത്തിൽ ഈ മഞ്ചവളാകം സഭയും ചേരുവാൻ, ഹല്ലേലൂയ, നിങ്ങൾക്ക് അവനെ അറിയുവാൻ, അംഗീകരിക്കുവാൻ, ആരാധിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ എളുപ്പം നിർത്തട്ടെ. യഹൂദനായി കണ്ടവൾ ഗുരുവായി കണ്ടു, ഇപ്പോൾ പ്രവാചകനായി കണ്ടു, ഇപ്പോൾ മശിഹായായി കണ്ടു. ഹല്ലേലൂയ. ഞാൻ എളുപ്പം നിർത്തുക. ആരാധനയ്ക്ക് വന്ന് ദൈവത്തിന്റെ ആലയത്തിൽ മടക്കിയിരിക്കുന്ന ദൈവമക്കളെ, യേശു ക്രിസ്തു ഇന്ന് പൽക്കാലം നിങ്ങളുടെ ആരാണ്? പ്ലീസ്, ഞാൻ ഇന്ന് പൽക്കാലം നിങ്ങൾ വന്നിട്ട് 40, 50, 30 വർഷങ്ങളായി എന്നതൊക്കെ ശരി തന്നെ. പക്ഷെ ഇന്ന് യേശു ഒരു ചോദ്യം, മകളെ നിനക്ക് ഞാൻ ആരാണ്, നീ ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ആ ശമരിക്കാരത്തി സ്ത്രീക്ക് യേശു വെളിപ്പെടുത്തിയതുപോലെ, ഞാൻ തന്നെ മശിഹ. ഹല്ലേലൂയ. ഇതിന്റെ 2ാമത്തെ ഭാഗത്തിൽ ഞാൻ ഇപ്പൊ പ്രവേശിക്കുന്നില്ല. നമ്മൾ തിരുവത്താഴത്തിലേക്ക് പോകുന്നു. പ്രിയമുള്ളവരെ, 4 നിലകളിലുള്ള ഈ ആർക്കും വേണ്ടാത്ത അന്നത്തെ നമ്മുടെ ആളുകളുടെ ഒരു 100 വർഷത്തിന് മുമ്പെയുള്ള അവസ്ഥയിലാണ് അന്ന് ഈ ശമരിക്കാരത്തി സ്ത്രീയും യേശുവും നമ്മൾ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അവരുടെ അവസ്ഥ. അതുകൊണ്ടല്ലേ വെള്ളം ചോദിച്ചപ്പോൾ നീ യഹൂദനും ഞാൻ ശമരിക്കാരത്തിയുമായിരിക്കുമ്പോൾ നിനക്ക് ചോദിക്കാനും പാടില്ല, എനിക്ക് തരാനും. അങ്ങനെയുള്ള ഒരു വേർപാട് അവൾ അറിയാം, അല്ലേ? അത് ഉണ്ടെന്ന് അന്യതുകൊണ്ടല്ലേ അവൾ വിളിച്ചു പറയുന്നത്, എനിക്ക് വെള്ളം തരാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, ഇന്നോൽക്കാലം 34ാം സഭാദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് യേശു ചോദിക്കുന്നു, മകളെ മകളെ മകനെ, നീ ഇവിടെ വന്നല്ലോ, ആരാധിച്ചല്ലോ, എന്നെ നീ ആരായിട്ടല്ലോ? യഹൂദനായിട്ടാണോ? ഗുരുവായിട്ടാണോ? പ്രവാചകനായിട്ടാണോ? അല്ല, മശിഹ ആയിട്ടാണോ? ഈ ക്രിസ്തു മാർഗം ഒരു പ്രത്യേക മാർഗമാണ്. അത് സൃഷ്ടിയിലെ തന്നെ ദൈവം ആദാമിനും ഹവ്വയ്ക്കും കൊടുത്ത ആ കൃപ ഇന്നും നിലനിൽക്കുകയാണ്. അതിന് പേര് പറയുന്നത് ചോയ്സ് ഓഫ് ഫ്രീഡം ഓഫ് വിൽ. നമുക്ക് തന്നിരിക്കുന്ന ഒരു മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം. ഇന്ന് 34ാം സഭാദിനം ആഘോഷിച്ചപ്പോഴും ഇവിടെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചപ്പോഴും പള്ളിയിൽ വരാൻ ഇതൊക്കെ അറിയാമെങ്കിലും വന്നില്ല. അല്ല, വരാനും സാധിക്കും. അപ്പൊ ഒരേ ആള് തന്നെ വരാനിടയാക്കിയതും വരാതിരിക്കാനിടയാക്കിയതും അയാൾക്ക് ഇവിടുത്തെ പാസ്റ്ററാണോ? പിന്നെ ആരാണ്?
അവരവർ അവരവർ അവരവരുടെ മനസാക്ഷി പോകണം, പോകണ്ട, ചെയ്യണം, ചെയ്യണ്ട, പഠിക്കണം, പഠിക്കണ്ട. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പോയപ്പോ എന്റെ നേച്ചർ പണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ യൂത്തിന്റെ അവിടെ പോയാലും പള്ളികളിലൊക്കെ ചെന്നാലും ഞാൻ ചില ചോദ്യങ്ങളോട് ചോദിക്കും. അങ്ങനെ ഒക്കെ ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് തന്നെ ഓർക്കുക. എന്നോട് ഈ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് പോയി ഞാൻ ചോദിച്ചു, മോളെ നീ നിനക്ക് ആരായി മാറണം എന്ന് ചോദിച്ചപ്പോൾ അവൾ പിന്നെ പറഞ്ഞു, എനിക്ക് ഒരു IAS കാരനാകണം. അപ്പൊ ഞാൻ ചോദിച്ചു, നീ IAS എന്നുള്ളത് നിനക്ക് എങ്ങനെ മനസ്സിലായി? IAS എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, തിരുമേനി എനിക്ക് അതൊന്നും അറിയില്ല. ആളുകൾ IAS ആണ് വലിയ ജോലി കിട്ടാൻ, വലിയ പേര് കിട്ടാൻ ഉള്ള ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് ഞാനും കേട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സമയം കിട്ടിയാൽ എനിക്ക് അവസരം എത്താൻ ഞാനും ഒരു IAS കാരി ആകും. പ്രിയമുള്ളവരെ, വേദപുസ്തകം പറയുന്നു, ദർശനമില്ലാതെ ജനം നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. മനുഷ്യവളാകമേ 34 ആണ്ടത്തെ ഇവിടുത്തെ സുവിശേഷ ഘോഷണം, ഈ സഭയുടെ ആരാധന ക്രമങ്ങൾ, ഇവിടെ മാറി മാറി വന്ന പ്രവർത്തകർ, ഇവിടെ മാറി മാറി പ്രസംഗിച്ചിട്ടുള്ള സ്വർഗീയ രക്ഷയുടെ സന്ദേശം കേട്ട് ഇരിക്കുന്ന ദൈവത്തിന്റെ മഞ്ചവളാകം സഭയുടെ വിശ്വാസ സമൂഹമേ, ഇന്ന് എന്റെ നിങ്ങളുടെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നമുക്ക് ഈ മാറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്ക് ഈ വേദപുസ്തകത്തിൽ ഞാൻ എന്റെ പോർവരുതു, നല്ല പോർവരുതു, ഓട്ടം തിരിച്ചു എന്ന് പറയുന്ന പൗലോസിനെ പോലെ എന്റെ തീർന്നു കർത്താവേ, നീ വിളിച്ചാൽ ഞാൻ വരാൻ റെഡി എന്ന് 34ാമത്തെ സഭാദിനത്തിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഞാനല്ല, ദൈവം വന്ന് ചോദിച്ചതിരിക്കട്ടെ, നിങ്ങൾക്ക് എന്തുത്തരം പറയാം? സഭാദിനം കൊണ്ടാടുന്നത് അതിനു വേണ്ടിയാണ്. പറയുന്നത് നിങ്ങൾ കൊടുത്തു, നിങ്ങൾ ചെയ്തു, നിങ്ങൾ ഒരുപാട് ചെയ്തു. പക്ഷേ അതൊക്കെ ഈ കൺവെൻഷനെ മോടി പിടിപ്പിക്കുന്നതിന് ആവശ്യമായ ചില കാര്യങ്ങൾ തന്നെ അല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവകളൊന്നും യേശു ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിന്റെ ആ യേശുവിന്റെ അർത്ഥം ആയില്ല. യേശുവിന്റെ അർത്ഥം ശരിയാകണമെങ്കിൽ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ട് ആ ലോക അവസാനത്തിങ്കിൽ യേശു തന്റെ ശിഷ്യന്മാർ, തന്റെ ദൂതന്മാരോട് പേർ വിളിക്കാൻ പറയുമ്പോൾ പല ഭക്തന്മാരും പല പാട്ടുകളിൽ എഴുതിയിട്ടില്ലേ, ജീവന്റെ പേര് എഴുതിയ പുസ്തകത്തിൽ എന്നെ ചേർക്കുമോ എന്നൊക്കെ. അതുപോലെ പ്രിയമുള്ള മഞ്ചവളാകം സഭയെ 34ാമത്തെ സഭാദിനം ആഘോഷിക്കുന്ന സഭയുടെ വിശ്വാസ സമൂഹമേ, ഇന്ന് ഞാൻ നാളെ നീ എന്ന് അറിയാതെ ജീവിക്കുന്ന ഈ ലോക ജീവിതത്തിന്റെ യാത്രയിൽ പ്രതികൂലങ്ങളുണ്ട്, വേദനകളുണ്ട്, കഷ്ടപ്പാടുണ്ട്, തെറ്റുകളുണ്ട്. അതില്ലാത്ത വീട് എവിടെയുണ്ട്? അതില്ലാത്ത മനുഷ്യൻ എവിടെയുണ്ട്? എന്നാൽ യേശുവിന്റെ കയ്യിൽ അതിനൊക്കെയും മറുപടിയുണ്ട്, അതിനൊക്കെയും ക്ഷമയുണ്ട്, അതിനൊക്കെയും വീണ്ടെടുപ്പുണ്ട്. അതാണല്ലോ യേശു രക്ഷകനായി, ജീസസ് ഈസ് ദ സേവിയർ ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ രക്ഷകനായിട്ട് യേശുവിനെ പിതാവ് ഈ ഭൂമിയിലേക്ക് അയച്ചത്. പ്രിയമുള്ളവര്, അങ്ങനെ ഈ ശമരിയക്കാരത്തെ സ്ത്രീയെ പോലെ നമ്മളും ഒരുപക്ഷെ 1 ആണ്ട് കഴിഞ്ഞു, 2 ആണ്ട് കഴിഞ്ഞു, 10 ആണ്ട് കഴിഞ്ഞു, ഇപ്പോഴും നമുക്ക് യേശുവിനെ യഹൂദൻ തന്നെയായി കാണുന്നു. മതിയോ? രണ്ടാമത്തെ കൂട്ടരെ യേശുവിനെ ആരായിട്ട് തന്നെ കാണുന്നു. യഹൂദനായി കണ്ടവൻ ഇപ്പോൾ ഗുരുവേ. അവൾക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ ഒരു സ്റ്റാൻഡേർഡ് എവിടുന്നോ വന്നിരിക്കുകയാണ്. പക്ഷെ ആള് സ്റ്റാൻഡേർഡ് ഞാൻ വിചാരിക്കുന്ന പോലെന്നല്ല. എന്റെ ഒളിച്ചു വെച്ചതെല്ലാം വിളിച്ചു പറയുന്ന ഈ മനുഷ്യൻ, നീ ഒരു പ്രവാചകൻ തന്നെ. പ്രിയമുള്ളവരെ, നമ്മുടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അംഗീകാരവും അറിവും ഒരു പ്രവാചകനിൽ ഒതുക്കി നിർത്തിയാണോ? 4ാമതായി അവൾ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ തന്നെ
മശിക. ഹല്ലേലൂയ. അയക്കപ്പെട്ട, സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ട രക്ഷകനായ ദൈവത്തിന്റെ പുത്രൻ